ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്നൊരു സ്ക്രീനറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സ്ക്രീനറാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ screener.in എന്ന വെബ്സൈറ്റിൽ പോവുക. ഇവിടെ നമുക്ക് സ്ക്രീൻസ് കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 1000. അത് 1000 കോടിക്ക് മുകളിൽ വേണം. ആൻഡ് അടുത്ത കണ്ടീഷൻ മൂവിങ് ആവറേജ് ആണ്, അതായത് എക്സ്പെൻഷൻ മൂവിങ് ആവറേജ് ആണ്. അതായത് DMA 50 ഗ്രേറ്റർ ദാൻ DMA 200. ഓക്കെ, അപ്പോൾ എക്സ്പെൻഷൻ മൂവിങ് ആവറേജ് 50, എക്സ്പെൻഷൻ മൂവിങ് ആവറേജ് 200 മുകളിലായിരിക്കണം. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇപ്പോൾ കറൻറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ DMA 50. പിന്നെ അടുത്ത കണ്ടീഷൻ RSI ആണ്. RSI ഗ്രേറ്റർ ദാൻ 50. ഇനി അടുത്തത് MACD ആണ്. MACD അത് ആ ഒരു സ്റ്റോക്ക് സ്ട്രെങ്ത് ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. MACD ഗ്രേറ്റർ ദാൻ MACD സിഗ്നൽ. ഇനി അടുത്ത് നമ്മൾ വോളിയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് 1 month ആവറേജ് വോളിയം ഗ്രേറ്റർ ദാൻ 1 lakh. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വോളിയം കൊടുക്കുന്നത്. പിന്നെ അടുത്ത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് നോക്കാം. ഒരു ഫണ്ടമെൻ്റൽ ടൈമാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ എത്രമാത്രം യൂസ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ്. ഗ്രേറ്റർ ദാൻ 50%. ആൻഡ് നമുക്ക് 5 വർഷത്തെ റിട്ടേൺ, നല്ല രീതിയിലുള്ള റിട്ടേൺ തരുന്ന കമ്പനി ആയിരിക്കണം. ഇപ്പോൾ റിട്ടേൺ ഓവർ 5 years ഗ്രേറ്റർ ദാൻ 50%. ആൻഡ് ഇനി അടുത്ത് സെയിൽസ് ഗ്രോത്ത് ആണ് നമുക്കറിയേണ്ടത്. 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കാം. സെയിൽസ് ഗ്രോത്ത് 5 years ഗ്രേറ്റർ ദാൻ 10%. ആൻഡ് റിട്ടേൺ, ഒരു വർഷത്തെ റിട്ടേൺ നോക്കണം. റിട്ടേൺ over 1 year less than 50%. ഓക്കെ, അപ്പോൾ ഇത്ര കണ്ടീഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് റൺ ദിസ് ക്വയറി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ആൻഡ് മിസ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ ആൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്വയറി ചെയ്യുമ്പോഴും ആൻഡ് കൊടുക്കണം. ഇനി നമുക്ക് റൺ ദിസ് ക്വയറി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്റ്റോക്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 28 സ്റ്റോക്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് വീണ്ടും വേണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കണ്ടീഷനിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അത് റിട്ടേൺ ഓവർ 5 years നമുക്കാണെങ്കിൽ 75 ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 13 സ്റ്റോക്സുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ശക്തി പമ്പ്സിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഡെയിലി ചാർട്ട് ശക്തി പമ്പ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടൂൾ എടുക്കാം. ജസ്റ്റ് ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യാം. നമുക്കിത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് ബൗൺസ് ചെയ്ത് കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടിലാണ് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേട്ടോ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. CG Power ആണ്. ഇപ്പോൾ CG Powerൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കണ്ടോ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട് കണ്ടോ. ഇപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണ്. ഇനി താഴേക്ക് വരാണെങ്കിലും ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ അത് സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ചൊന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അത് തിരിച്ച് ഈ ലെവലൊക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അലർട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൊസിഷണൽ ട്രേഡിംഗ് പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള സ്കാനർ അല്ല, ഇത് പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഒരു സിങ്ക് ട്രേഡിങ് അതുപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീനറാണ്. അപ്പോൾ ഈ സ്ക്രീനർ നിങ്ങൾക്ക് ഇവിടുന്ന് സേവ് ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ക്രീനർ. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകൾ നമ്മുടെ കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്നുണ്ട് അത് നമ്മൾ ഓരോ ആഴ്ചയിലും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സ്റ്റോക്സിൽ കണ്ടെത്താനും ഇതുപോലെ ചാർട്ടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കത് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.